ഞങ്ങൾ പോവില്ല. നിങ്ങൾ കൊന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പോകുന്നില്ല, വാശിയോടെ പറഞ്ഞു റാബിയ. ഭയന്ന് തൻ്റെ കൂടെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളാണ് എന്ന് പോലും നോക്കാതെ അയാൾ ആട്ടിയിറക്കാൻ ശ്രമിക്കുകയാണ്. സഫാന്റെ അടുത്ത അടി റാബിയയുടെ മുഖത്ത് തന്നെയായിരുന്നു. നിലത്തേക്ക് വീണ റാബിയയെയും 3 കുഞ്ഞുമക്കളും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതുകൂടിയായപ്പോൾ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പൊട്ടിക്കരഞ്ഞുപോയി. ഇതുവരെ ധരിച്ച ധൈര്യത്തിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണു. 10ാം ക്ലാസ് കൊല്ലപരീക്ഷ എഴുതി നിൽക്കുമ്പോഴാണ് സഫാന്റെ കല്യാണാലോചന വരുന്നത്. സഫാന്റെ പെങ്ങളെ കെട്ടിച്ചുവിടാൻ വേണ്ടിയാണ് അവർ അവനെ കല്യാണം കഴിപ്പിച്ചത്. സഫാന്റെ ഭാര്യയായി വന്ന് കയറുന്ന പെണ്ണിന്റെ പണ്ടമെടുത്ത് സഫാന്റെ അനിയത്തിയെ കെട്ടിച്ചുവിടാനായിരുന്നു തീരുമാനം. റാബിയ പഠിക്കാൻ കുറച്ച് പുറകിലേക്കായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയെങ്കിലും ആർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചുവിടാമെന്ന് വീട്ടുകാരും കരുതി. സഫാന്റെ വീട്ടുകാരുടെ ഡിമാൻഡ് ആദ്യമേ അവർ പറഞ്ഞിരുന്നു. 30 പവൻ ആഭരണമായി വേണം, പിന്നെ 2 ലക്ഷം രൂപയും. എല്ലാം സമ്മതിച്ചിട്ട് തന്നെയാണ് നാടൻ പണിക്ക് പോകുന്ന സഫാന് റാബിയയുടെ ഉമ്മയും ഉപ്പയും അവരുടെ മകളെ കൈപിടിച്ചു കൊടുത്തത്. റാബിയയുടെ താഴെ പിന്നെയും 2 പെൺമക്കളുണ്ട്. റാബിയയുടെ ഉമ്മ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വത്ത് പകുതിയും വിറ്റിട്ടാണ് അവൾക്കുള്ള പണ്ടം വാങ്ങിയത്. താഴെയുള്ള 2 എണ്ണത്തിന് കെട്ടിക്കാനായി ബാക്കിയുള്ളത് അതുപോലെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. മീൻ കച്ചവടത്തിന് പോകുന്ന അഹമ്മദിനെ കൊണ്ടല്ലാതെ പെൺമക്കളെ വിവാഹം കഴിച്ചയക്കാൻ കഴിയുമായിരുന്നില്ല. ഒത്തിരി പ്രതീക്ഷയോടെയാണ് അവൾ വലതുകാൽ വെച്ച് ആ വീടിന്റെ പടി കയറിയത്. ഉമ്മയും ഉപ്പയും ആദ്യമൊക്കെ നല്ല രീതിയിൽ അവളോട് പെരുമാറി. പക്ഷെ പിന്നീട് ദുർമുഖം കാണിക്കാൻ തുടങ്ങി. എന്ത് ചെയ്താലും കുറ്റം. അവളുടെ പണ്ഡവും ധരിച്ച് കല്യാണം കഴിഞ്ഞ് പോയാ അവൾ ഇടയ്ക്ക് നിൽക്കാൻ വന്നാൽ അവളുടെ വകയുണ്ടാകും പോരെടുക്കൽ. എല്ലാം സഹിച്ച് അവിടെ നിന്നു. താഴെയുള്ള 2 എണ്ണത്തിൻ്റെയും കൂടി കല്യാണം കഴിയണമെന്ന് അവൾക്ക് ബോധ്യമുണ്ട്. എന്നാൽ സഫാൻ എല്ലാത്തിനും അവൾക്ക് സപ്പോർട്ടായിരുന്നു. ആ ഒരു ആശ്വാസം മാത്രമാണ് ജീവിതത്തിൽ അവൾക്കുണ്ടായിരുന്നത്. സഫാനു വേണ്ടി ഏത് സാഹചര്യത്തെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ അവൾ ഒരുക്കമായിരുന്നു. ഇതിനിടയിൽ അവർക്ക് 3 കുഞ്ഞുങ്ങൾ ജനിച്ചു. മൂത്തത് ഒരു പെൺകുട്ടി, താഴെ ഒരാണും പെണ്ണും ഇരട്ടകളാണ്. 2ാമത്തെ പ്രസവം കഴിഞ്ഞ് ഏറെ നാൾ അവൾക്ക് അവളുടെ സ്വന്തം വീട്ടിൽ നിൽക്കേണ്ടി വന്നു. ഒരുപോലെ 2 കുഞ്ഞുങ്ങളെ നോക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. വീട്ടിൽ ചെന്നാൽ ഉറപ്പാണ് അവിടെ ആരും തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് റാബിയയുടെ വീട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനമായി. ഇതിനിടയിൽ സഫാന് ഗൾഫിലേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടി. കുഞ്ഞുങ്ങളെ വിട്ടു പോകാൻ അയാൾക്ക് ഒത്തിരി സങ്കടമായിരുന്നുവെങ്കിലും അവർക്കൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി എന്ന് പറഞ്ഞ് പ്രവാസിയുടെ കുപ്പായം എടുത്തണിഞ്ഞപ്പോൾ അത് സമ്മതിക്കുകയല്ലാതെ റാബിയയ്ക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് തിരികെ സഫാന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത വിധമായിരുന്നു. കാരണം അവന്റെ പെങ്ങൾ ഭർത്താവിനെയും കൊണ്ട് അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങി. അവളുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് മോശമായ രീതിയിൽ 1-2 തവണ അനുഭവങ്ങൾ ഉണ്ടായതോടെ അവളെല്ലാം സഫാൻ വിളിച്ചപ്പോൾ പറഞ്ഞുകൊടുത്തു. അതോടെ മക്കളെയും വിളിച്ച് നീ നിന്റെ വീട്ടിൽ പോയി നിന്നോ എന്ന് പറഞ്ഞ് സഫാൻ അവളെ വീട്ടിലേക്ക് അയച്ചു. മാസം അവൾക്ക് ചിലവിനുള്ളത് സഫാൻ അയച്ചു കൊടുത്തു. അതോടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. എന്നാൽ ഇടയ്ക്ക് വെച്ച് സഫാൻ അയക്കുന്ന പണത്തിൽ കുറവ് വരാൻ തുടങ്ങി. ചില മാസങ്ങളിൽ തീരെ അയക്കാതെയായി. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജോലിയില്ല, ശമ്പളമില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇങ്ങോട്ടുള്ള കോളുകളും കുറഞ്ഞു. ഇതിനിടയിൽ സഫാന്റെ പഴയ വീട് പൊളിച്ച് അവിടെ ഒരു മാളിക പണിയാൻ പോവുകയാണ് എന്ന് കേട്ടു. പെങ്ങളും ഭർത്താവും കൂടി ചെയ്യുന്നതാവൂ എന്നാണ് കരുതിയത്. എന്നാൽ അപ്പോഴാണ് മനസ്സിലായത് സഫാൻ പൈസ അയച്ചു കൊടുത്തിട്ടാണ് അത് എന്ന്. തൻ്റെ കുട്ടികൾക്ക് ആഹാരം വാങ്ങാൻ പോലും പണം അയക്കാനില്ല എന്ന് പറയുന്ന ആളാണിപ്പോൾ മണിമാളിക എങ്ങനെ പണി കഴിപ്പിക്കുന്നു എന്ന് റാബിയയ്ക്ക് ആശ്ചര്യം തോന്നി. അവൾ മക്കളെയും വിളിച്ച് സഫാന്റെ വീട്ടിലേക്ക് ചെന്നു. ഒരാൾ പോലും അവളോട് മിണ്ടിയില്ല. കടുത്ത അവഗണനയിലും ഒരു ദിവസം അവിടെ നിന്ന് പിറ്റേ ദിവസം അവൾ തിരികെ പോന്നു. കാരണം കുട്ടികൾക്കുള്ള ആഹാരം പോലും അവർ കൊടുത്തില്ല. ആകെ കൂടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു റാബിയ. മക്കളുടെ ചിലവ് തൻ്റെ ഉപ്പയെക്കൊണ്ട് താങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലായി. താഴെയുള്ള 2 അനിയത്തിമാരും കല്യാണം കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിലാണ്. അവളും മക്കളും എന്നും ഒരു ബാധ്യതയായി ഉപ്പയ്ക്ക്. അതുകൊണ്ടാണ് അവൾ ജോലിക്ക് പോകാം എന്ന് തീരുമാനിച്ചത്. അടുത്തു തന്നെയുള്ള ഒരു ഗാർമെൻറ്റ്സിൽ പാക്കിങ്ങും മറ്റുമായി അവൾക്കൊരു ചെറിയ ജോലി കിട്ടി. ചെറിയ ശമ്പളം ഉണ്ടായിരുന്നുവെങ്കിലും കുടുംബത്തിലേക്ക് അത് ഒരു വലിയ സഹായമായിരുന്നു. ഇതിനിടയിലാണ് അറിഞ്ഞത് സഫാൻ ഗൾഫിൽ നിന്ന് വന്നുവെന്നും മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നുവെന്നും. ഏതോ വലിയ പണക്കാരിയാണ്. കേട്ടതും ഉപ്പയെയും മക്കളെയും കൂട്ടി അവിടേക്ക് ചെന്നതാണ്. അവിടെ നിന്നാണ് ഈ ആട്ടി ഇറക്കുന്നത്. അതോടെ നാട്ടുകാർ കൂടി. അവർ പറയുന്നത് റാബിയയ്ക്കുള്ള പണവും സ്വർണവും എല്ലാം തിരികെ നൽകി അവരെ അവളുടെ സമ്മതത്തോടെ തന്നെയാണ് ഒഴിവാക്കുന്നത് എന്ന്. എന്നാൽ തനിക്കൊന്നും കിട്ടിയില്ല എന്ന് അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു. അത് വലിയ നാണക്കേടാകുമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം കുറച്ച് പണം ഔദാര്യം പോലെ സഫാൻ അവൾക്ക് കൊടുത്തത്. ഈ പിച്ചക്കാശ് എനിക്ക് വേണ്ട. സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും തള്ളിപ്പറയുന്ന നിങ്ങളുടെ കൂടെ ഇനിയൊരു ജീവിതവും എനിക്ക് ആവശ്യമില്ല. പകരം
എൻ്റെ ഉപ്പ തന്ന 30 പവനും 2 ലക്ഷം രൂപയും അതിൻ്റെ പലിശ എനിക്ക് കിട്ടണം. റാബിയ വാശി പിടിച്ചു. അത് കൊടുക്കുകയല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. അവൾക്ക് കിട്ടാനുള്ളത് വാങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സ്വന്തമായി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്ന് അവൾ കരുതി. ഒടുവിൽ വീട്ടിൽ തന്നെ ഒരു കാറ്ററിംഗ് യൂണിറ്റ് തുടങ്ങി. അത്യാവശ്യം പാത്രങ്ങളും സാധനങ്ങളും എല്ലാം വാങ്ങി. നന്നായി ബിരിയാണിയും മറ്റും ഉണ്ടാക്കാനറിയുന്ന റാബിയയുടെ കഴിവും വൃത്തിയുള്ള ചുറ്റുപാടും ബിരിയാണിയുടെ സ്വാദുമെല്ലാം അവളുടെ ബിസിനസ് വർദ്ധിപ്പിച്ചു. ചെറിയൊരു ഹോട്ടൽ തുടങ്ങി, ജോലിക്കാരെ വെച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവൾക്ക് സമ്പാദ്യം വരാൻ തുടങ്ങി. ഉപ്പയുടെ മീൻ കച്ചവടം ആദ്യം നിർത്തി. അദ്ദേഹത്തെ വീട്ടിലിരുത്തി. അനിയത്തിമാരുടെ ഷെയർ കൊടുത്തതിനു ശേഷം വീട് അവൾ സ്വന്തമാക്കി. അത് നന്നായി ഒന്ന് പുതുക്കി പണിതു. അല്ലറ ചില്ലറ ലോണും എടുക്കേണ്ടി വന്നു. എങ്കിലും അത് വീട്ടിൽ തീർക്കാമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. സഫാന്റെ ഉമ്മയെയും ഉപ്പയെയും പെങ്ങളെയും പുതിയ പെണ്ണ് ആട്ടിയിറക്കിയെന്നൊരു വാർത്ത അവളും അറിഞ്ഞു. അവരിപ്പോൾ എവിടെയോ വാടകയ്ക്ക് നിൽക്കുകയാണ്. അതുമാത്രമല്ല, സഫാൻ ഇടം വലം തിരിയാൻ പെണ്ണിൻ്റെ സമ്മതം വേണം. കൂട്ടിലിട്ട പോലെ ഒരു ജീവിതം. റാബിയെ വിട്ടുകളഞ്ഞതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് ആരോടോ സഫാൻ പറഞ്ഞത് റാബിയയുടെ ചെവിയിലുമെത്തി. പുച്ഛം നിറഞ്ഞ ഒരു ചിരിയായിരുന്നു അതിന് മറുപടിയായി അവൾ നൽകിയത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.